നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. പ്രൗഢഗംഭീരമായി മന്നം ജയന്തി ആഘോഷങ്ങൾ. ഭരണകൂടങ്ങളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള NSSന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് രമേശ് ചെന്നിത്തല. ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ അട്ടിമറിക്കരുതെന്ന് G. സുകുമാരൻ നായർ. വൈക്കത്ത് നിന്ന് ചെന്നൈക്കും വേളാങ്കണ്ണിക്കും KSRTC ബസ് സർവീസ് ആരംഭിച്ചു. സ്വകാര്യ ബസ്സുകളിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ ഡ്രൈവർമാരാക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കേരള കോൺഗ്രസ് ഉൾപ്പെട്ട മൂന്നാം മുന്നണിക്ക് കേരളത്തിൽ പ്രസക്തിയുണ്ടെന്ന് NDA സംസ്ഥാന ചെയർമാൻ K. സുരേന്ദ്രൻ. കോട്ടയത്ത് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഓഫീസ് തുറന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് കോട്ടയത്ത് സ്വീകരണം. വാർത്തകൾ വിശദമായി. NSSനും രമേശ് ചെന്നിത്തലയ്ക്കുമിടയിലുള്ള മഞ്ഞുരുകുന്നതിന് വേദിയായി പെരുന്നയിൽ നടക്കുന്ന മന്നം ജയന്തി ആഘോഷത്തിന്റെ പൊതുസമ്മേളനം 11 വർഷങ്ങൾ നീണ്ട അകൽച്ചയ്ക്കാണ് വിരാമമായത്. ചെറുപ്പം മുതൽ പെരുന്നയുടെ സന്തതിയാണ് രമേശ് ചെന്നിത്തലയെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. പെരുന്നയുമായുള്ള ആത്മബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാനാവില്ലെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. 11 വർഷങ്ങളുടെ അകൽച്ചയ്ക്ക് ശേഷം മന്നം ജയന്തി ആഘോഷത്തിന് ചങ്ങനാശ്ശേരി NSS ആസ്ഥാനത്തെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ചയ്ക്കും മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്കും ശേഷമാണ് ചെന്നിത്തല പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിയത്. രമേശ് ചെന്നിത്തലയുടെ വരവിനെ വിവാദമാക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചുവെന്ന് പറഞ്ഞ സുകുമാരൻ നായർ കോൺഗ്രസ് നേതാവ് എന്ന മുദ്രയിലല്ല ചെന്നിത്തലയെ ഉദ്ഘാടകനായി ക്ഷണിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉപയോഗിച്ച് ആർക്കും നേട്ടം ഉണ്ടാക്കാനല്ല. കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സന്തതിയാണ് രമേശ് ചെന്നിത്തലയെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. അങ്ങനെയുള്ള ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ അഭയം തന്നത് NSS ആണെന്നും പെരുന്നയുമായുള്ള ആത്മബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാനാവില്ലെന്നും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. മന്നത്ത് പത്മനാഭൻ കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണെന്നും രാജ്യത്തിന് കേരളം സംഭാവന ചെയ്ത മഹാപുരുഷനാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വർഗീയതയ്ക്കെതിരെ കത്തിച്ചുവെച്ച നിലവിളക്കാണ് NSS എന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. വർഗീയതയുടെ മഹാന്തകാലം ചുറ്റുമൂടുമ്പോൾ NSS എന്ന മഹാപ്രസ്ഥാനം ഒരു നിലവിളക്കിലെ തിരിയായി നമ്മുടെ മുന്നിലുണ്ട്. കത്തിച്ചു വെച്ചൊരു നിലവിളക്ക് പോലെ ഈ വർഗീയതയ്ക്കെതിരെ പോരാടാൻ NSS നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത് അഭിമാനകരമാണ്. മതനിരപേക്ഷതയുടെ ഏറ്റവും ജാജ്വല്യമായ ബ്രാൻഡ് അംബാസിഡർ അല്ല, ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണ് NSS എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ സുകുമാരൻ നായരുടെ താക്കോൽ സ്ഥാന പ്രസ്താവന ചെന്നിത്തല തള്ളിയതിനെ തുടർന്നായിരുന്നു രമേശ് ചെന്നിത്തലയും സുകുമാരൻ നായരും തമ്മിൽ അകന്നത്. നീണ്ട 11 വർഷങ്ങളുടെ അകൽച്ചയ്ക്ക് ശേഷം NSS ആസ്ഥാനത്ത് എത്തിയ ചെന്നിത്തലയുടെ വാക്കുകൾ NSSുമായുള്ള ബന്ധം മുൻകാലത്തേക്കാൾ കൂടുതൽ ദൃഢമാക്കുന്നതായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ക്ഷേത്രങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ അട്ടിമറിക്കരുതെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. മറ്റ് മതവിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഇടപെടാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നും G. സുകുമാരൻ നായർ ചോദിച്ചു. ക്ഷേത്രത്തിലെ വസ്ത്രധാരണ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ശിവഗിരി മഠത്തെയും വിമർശിച്ച് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട്, അത് മാറ്റാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരമുണ്ടെന്നും ഹിന്ദുവിന്റെ നേരെയെല്ലാം അടിച്ചേൽപ്പിക്കാമെന്ന് തോന്നൽ അംഗീകരിക്കാനാവില്ല. ഈ കാലാകാലങ്ങളിലായി നിന്നു പോകുന്ന ആചാരക്രമങ്ങളെ പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് ഇത് പറയുന്നത്. ഇത് മനുഷ്യന്റെ വിശ്വാസികളുടെ അവകാശമല്ലേ. മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ല. എല്ലാവരെയും കൂടിയിരിക്കുന്നു. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്. അത് ഹിന്ദുവിന്റെ ആകട്ടെ, ഹിന്ദുവിന്റെ പല വിഭാഗത്തിൽപ്പെട്ടവർക്കാകട്ടെ ഉണ്ട്, ആ വിശ്വാസമുണ്ട് ഓരോ ക്ഷേത്രത്തിലും.
മറ്റു മതങ്ങളുടെ ആചാരങ്ങളിലും വസ്ത്രധാരണത്തിലും ഇത്തരത്തിൽ അഭിപ്രായം പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു. ചങ്ങനാശ്ശേരിയിൽ മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു ജി സുകുമാരൻ നായർ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വൈക്കത്തു നിന്ന് ചെന്നൈക്കും വേളാങ്കണ്ണിക്കും KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ബസ്സുകളിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ ഡ്രൈവർമാരാക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. തമിഴ്നാട് സ്റ്റേറ്റ് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വൈക്കം ചെന്നൈ, വൈക്കം വേളാങ്കണ്ണി ബസ് സർവീസുകൾക്ക് തുടക്കമായി. വൈക്കം KSRTC ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രി SS ശിവശങ്കറും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈക്കത്തേക്ക് ബസ് ഓടിക്കാനുള്ള തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തീരുമാനം സന്തോഷകരമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. KSRTCയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളോട് ജീവനക്കാരും യാത്രക്കാരും സഹകരിക്കണം. MLA ഫണ്ട് ലഭ്യമാക്കി വൈക്കം ഡിപ്പോയിൽ ഷോപ്പിംഗ് മാൾ അടക്കം പുതിയ കെട്ടിടം പണിയാൻ തയ്യാറാണെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. സ്വകാര്യ ബസ്സുകളിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ ഡ്രൈവർമാരാക്കാൻ അനുവദിക്കില്ല. ഡ്രൈവിംഗ് ലൈസൻസിൽ ബ്ലാക്ക് മാർക്ക് കൊണ്ടുവരും. 1 വർഷത്തിനിടെ 6 ബ്ലാക്ക് മാർക്ക് വന്നാൽ തനിയെ ലൈസൻസ് റദ്ദാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ നിന്ന് വേളാങ്കണ്ണിക്ക് ഈ ബസ് നന്നായി പോകുന്ന ഞാൻ വിശ്വസിക്കുന്നു. അതിന് കണക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞത് അർത്തുങ്കൽ പള്ളിയിൽ നിന്ന് ചേർത്തലയിൽ നിന്നും വരേണ്ട ആളുകൾക്ക് ഈ ബസ് പുറപ്പെടുന്നതിന് മുമ്പ് എത്താൻ കഴിഞ്ഞാൽ ഇതിന്റെ കണക്ഷൻ ഇതൊരു കണക്ഷൻ ബസ്സായി പോകണം. എല്ലാ വണ്ടി ഇതൊരു വണ്ടി ഓടിച്ചു, ഇതിന്റെ പുറകെ KSRTC ഒരു വണ്ടി ഓടിച്ചു, അല്ലെങ്കിൽ ഇതിന്റെ മുമ്പിൽ കയറ്റി ഓടിച്ചു, ഇതും നശിക്കും അതും നശിക്കും. അങ്ങനെയുള്ള നശീകരണം ഞാൻ പറയാറുണ്ട്. പ്രൈവറ്റ് ബസ് ഞാൻ ഉള്ള കാര്യം എവിടെയും തുറന്നു പറയുന്ന ആളാണ്. ഒരു പോളിസി ഗവൺമെന്റ് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ്സിനെ നശിപ്പിക്കുക എന്നുള്ളതല്ല. ഇത് രക്ഷപ്പെടുത്താനുള്ള ഒരു കൂട്ടായ ശ്രമം ജീവനക്കാരും മന്ത്രിയും സർക്കാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടായ പരിശ്രമമാണ്. അതിനെ കുറച്ച് ചർച്ച നിലപാടൊക്കെ എടുക്കേണ്ടി വരും. അതിനോട് നിങ്ങൾ സഹകരിക്കുക എന്ന് മാത്രമേ പറയാം. വൈക്കത്തേക്കുള്ള സർവീസിന് ചരിത്ര പ്രാധാന്യമുണ്ടെന്ന് തമിഴ്നാട് ഗതാഗത മന്ത്രി SS ശിവശങ്കർ പറഞ്ഞു. Very glad to stay here. It's a glad moment for me. When our Chief Minister visited Vaikam to inaugurate that 100th year of Periyar's struggle moment, that time our MP gave a letter to inaugurate this bus, as our minister told. It is written by hand. I have seen the letter. That day itself our CM forwarded that letter to me and asked me to make it very fast. So within 2 weeks we are inaugurating this bus. Already our Kerala and Tamil Nadu are brotherly state. Here we are as a brothers, we are sitting on this dais. Like that, in the future days, it will be very useful for Kerala people. തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം സജിമോൻ വർഗീസും ഭാര്യയും ചേർന്ന് ആദ്യ ടിക്കറ്റ് മന്ത്രിമാരിൽ നിന്നും ഏറ്റുവാങ്ങി. CK ആശ MLA അധ്യക്ഷയായി. K ഫ്രാൻസിസ് ജോർജ് MP മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ്, വൈസ് ചെയർപേഴ്സൺ PT സുഭാഷ്, പ്രതിപക്ഷ നേതാവ് S ഹരിദാസൻ നായർ, SCTC മാനേജിംഗ് ഡയറക്ടർ R മോഹനൻ, KSRTC ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ GP പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ഉൾപ്പെട്ട 3-ാം മുന്നണിക്ക് കേരളത്തിൽ പ്രസക്തിയുണ്ടെന്ന് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് NDA സംസ്ഥാന ചെയർമാൻ K സുരേന്ദ്രൻ പറഞ്ഞു. കേരള കോൺഗ്രസ് ഉൾപ്പെട്ട 3-ാം മുന്നണിക്ക് കേരളത്തിൽ വളരെ പ്രസക്തിയുണ്ടെന്ന് NDA സംസ്ഥാന ചെയർമാൻ K സുരേന്ദ്രൻ പറഞ്ഞു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുനമ്പം മുല്ലപ്പെരിയാർ വിഷയങ്ങളിൽ ഇടതു വലതു മുന്നണിയിലുള്ള കേരള കോൺഗ്രസുകൾ ചെറുവിരൽ അനക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരു മതന്യൂനപക്ഷം എന്നുള്ള നിലയിൽ തുല്യമായ പരിഗണന അവർ കിട്ടുന്നുണ്ടോ? എപ്പോഴെങ്കിലും ഇവിടുത്തെ കേരള കോൺഗ്രസുകൾ അത് ആലോചിച്ചിട്ടുണ്ടോ? ന്യൂനപക്ഷ അവകാശങ്ങൾ കേരളത്തിൽ പങ്കിട്ടെടുക്കുമ്പോൾ 80% ഒരു പ്രത്യേക ന്യൂനപക്ഷത്തിനാണ് പോകുന്നത്. ബാക്കി 20% കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ലഭിക്കുന്നത്. 80-20 അനുപാതത്തിനെതിരായി കേരളത്തിലെ ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് ഒരക്ഷരം ശബ്ദിച്ചിട്ടുണ്ടോ? മുനമ്പം സമരത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് ശരിയായ നിലപാടെടുത്തിട്ടുണ്ടോ?
കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ അധ്യക്ഷത വഹിച്ചു. നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ചെയർമാൻ കുരുവിള മാത്യൂസ്, BJP കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, പാർട്ടി വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേശ് കർത്ത, വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, BJP സംസ്ഥാന നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, വിക്ടർ ടി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കുന്നതിനുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് കോട്ടയം ജില്ലയിൽ വരവേൽപ്പ് നൽകി. ഘോഷയാത്രയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. 63ാമത് സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് കോട്ടയം ജില്ലയിൽ ഗംഭീര സ്വീകരണം നൽകി. ഇടുക്കി ജില്ലയിലെ കരിങ്കുന്നം GLP സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കോട്ടയം ജില്ലാ ട്രോഫി ഏറ്റുവാങ്ങി. ഉച്ചകഴിഞ്ഞ് കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂളിൽ എത്തിയ ഘോഷയാത്രയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദുവിന്റെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെയും ട്രോഫിയിൽ ഹാരമണിയിച്ചും സ്വീകരിച്ചു. സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇപ്പം നമ്മുടെ ആഗ്രഹം നമ്മൾ കുട്ടികളോട് പങ്കുവയ്ക്കുകയാണ്. ഈ ട്രോഫി നമുക്ക് കിട്ടണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. കോട്ടയം ജില്ലയിലേക്ക് ഈ ട്രോഫി, ഈ വർഷത്തെ കലോത്സവ വിജയികൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ജില്ല നമ്മുടെ ജില്ല ആയിരിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് വലിയ ഒരു ആഘോഷമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയണം. കാരണം ഓരോ ജില്ലയും വളരെ വാശിയോടുകൂടിയാണ് കലോത്സവത്തെ കാണുകയും അതിനെ ട്രോഫി നേടുകയും ഒക്കെ ചെയ്യുന്നത്. നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷയായി. നഗരസഭാ അംഗം സിൻസി പാറയിൽ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ MR സുനിമോൾ, സർവശിക്ഷ കേരളം ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ KJ പ്രസാദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ SS ശ്രീകുമാർ, AEO അനിൽ തോമസ് എന്നിവർ പ്രസംഗിച്ചു. അധ്യാപകർ, ജീവനക്കാർ, NCC, SPC, സ്കൗട്ട് കേഡറ്റുകൾ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP റെജി രാജിവെച്ചു. ആദ്യ 4 വർഷക്കാലം CPM-നും അവസാന 1 വർഷക്കാലം കേരള കോൺഗ്രസ് M-നും പ്രസിഡന്റ് പദവി നൽകണമെന്ന LDF തീരുമാനപ്രകാരമാണ് CPM വാഴൂർ ഏരിയ കമ്മിറ്റി അംഗമായ VP റെജി രാജി സമർപ്പിച്ചത്. 2 ആഴ്ചയ്ക്കകം പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകും. കേരള കോൺഗ്രസ് M തീരുമാനപ്രകാരം 10ാം വാർഡ് മെമ്പർ തോമസ് വെട്ടുവേലിൽ പ്രസിഡന്റാകും. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കുന്നത് വേഗത്തിൽ വേണമെന്ന് സാമൂഹികാഘാത പഠനത്തിന്റെ അന്തിമ റിപ്പോർട്ട്. 481 കുടുംബങ്ങളെ പദ്ധതി ബാധിക്കും. ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ കാലതാമസം കൂടാതെ ചെയ്യണമെന്ന് സാമൂഹ്യാഘാത പഠനത്തിന്റെ അന്തിമ റിപ്പോർട്ട്. തൃക്കാക്കര ഭാരതമാതാ കോളേജ് ഓഫ് സോഷ്യൽ വർക്ക് വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ ശുപാർശ. അന്തിമ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ താമസിച്ചാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, ബിസിനസ്, കൃഷി, മറ്റു ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്ക് ബാങ്ക് വായ്പ എടുക്കാനും സ്ഥലങ്ങളുടെ ക്രയവിക്രയം നടത്തുന്നതിനും തടസ്സങ്ങൾ നേരിടും. അതിനാൽ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കാലതാമസം കൂടാതെ നടത്തണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപരിഹാരത്തിന്, സുതാര്യതയ്ക്കും പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമായുള്ള അവകാശ നിയമം 2013, ഇതോടനുബന്ധിച്ചുള്ള സർക്കാർ ഉത്തരവുകൾ എന്നിവ പാലിച്ചു വേണം സ്ഥലം ഏറ്റെടുക്കൽ. കഴിയുന്നത്ര വേഗം നഷ്ടപരിഹാരം കൈമാറണം. പദ്ധതി പ്രദേശത്ത് നിന്ന് മാറി താമസിക്കേണ്ടി വരുന്നത് കഠിനമായ പ്രത്യാഘാതമായി പരിഗണിച്ച് അവർക്ക് മുൻഗണന നൽകണം. പ്രദേശത്തെ മുതിർന്നവർ, വിധവകൾ, ഒറ്റപ്പെട്ടു കഴിയുന്നവർ എന്നിവർക്ക് പുനരധിവാസ പദ്ധതികൾ നടപ്പിലാക്കണം. പ്രദേശത്തെ സ്കൂൾ ഏറ്റെടുക്കുന്നതിനാൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനും അധ്യാപകരുടെ, ജീവനക്കാരുടെയും തൊഴിൽ നിലനിർത്തുന്നതിനും നടപടി വേണം. പ്രദേശത്തെ 7 ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനോ മാറ്റിസ്ഥാപിക്കാനോ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം ഇവിടുത്തെ ജീവനക്കാരുടെ തൊഴിൽ സംരക്ഷിക്കുകയും വേണം. ഏറ്റെടുക്കുന്ന ഭൂമിയിലെ മുറിച്ചു മാറ്റപ്പെടുന്ന ഫലവൃക്ഷങ്ങൾ, മരങ്ങൾ എന്നിവരുടെ നഷ്ടപരിഹാരം ഭൂ ഉടമകൾക്ക് നൽകണമെന്നും തോടുകളും നീരൊഴുക്കുകളും സംരക്ഷിക്കണമെന്നും റിപ്പോർട്ടിലെ മറ്റ് നിർദ്ദേശങ്ങളാണ്. 481 കുടുംബങ്ങളെയാണ് പദ്ധതി ബാധിക്കുക. 242 കുടുംബങ്ങൾ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമിയിലും 238 തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ചെറുവള്ളി എസ്റ്റേറ്റിലെ ലയങ്ങളിലുമാണ് താമസിക്കുന്നത്. ഒരു കുടുംബം വാടക വീട്ടിലുമാണ് താമസിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ പയപ്പാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരവിളക്ക് പള്ളിവേട്ട മഹോത്സവവും 18 പടി കയറി നെയ്യഭിഷേകവും ജനുവരി 10 മുതൽ 15 വരെ നടക്കും. 10-ാം തീയതി വൈകുന്നേരം 6 മണിക്കാണ് കൊടിയേറ്റ്. 11-ാം തീയതി 108-ൽ പരം മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും 18-ാം പടി കയറി നെയ്യഭിഷേകം നടത്തും. 15-ാം തീയതിയാണ് ആറാട്ട് ഉത്സവം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പയപ്പാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മകരവിളക്ക് പള്ളിവേട്ട മഹോത്സവം
ഈ വരുന്ന ജനുവരി 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെ വളരെ ആഡംബരപൂർവ്വം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. പ്രതിഷ്ഠാവൈഭവം കൊണ്ടും ഭാവ ചൈതന്യം കൊണ്ടും ഇഷ്ടദേവന്മാരായി പരിലസിക്കുന്ന ഭഗവാൻ അയ്യപ്പസ്വാമിയുടെയും ശ്രീ മഹാദേവന്റെയും ദേവസ്ഥാനമായ പേപ്പാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം 2025 ജനുവരി 10-ന് കൊടിയേറി 15-ന് ആറാട്ടോടുകൂടി പര്യവസാനിക്കുകയാണ്. ചാമമ്പതാൽ പുതുപ്പറമ്പിൽ മോളി മാത്തു നിര്യാതയായി. 61 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ശേഷം ചാമമ്പതാൽ ഫാത്തിമ മാതാ പള്ളി സെമിത്തേരി. അറിയിപ്പ്: കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ക്രാഷ് നിർമ്മാണത്തിന്റെ ഭാഗമായി 2 വീതം മാവ് വക മരങ്ങൾ ജനുവരി 15-ന് 2 മണിക്ക് ലേലം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 04812597 ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഡ്രൈവർ ഉൾപ്പെടെ ടാക്സി പെർമിറ്റുള്ള MC കാർ വാടകയ്ക്ക് നൽകുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചു. ജനുവരി 13 രാവിലെ 11 മണി വരെ ടെൻഡറുകൾ സ്വീകരിക്കും. ഫോൺ 048125633980. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രൗഢഗംഭീരമായി മന്നം ജയന്തി ആഘോഷങ്ങൾ. ഭരണകൂടങ്ങളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള NSSന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് രമേശ് ചെന്നിത്തല. ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ അട്ടിമറിക്കരുതെന്ന് G. സുകുമാരൻ നായർ. വൈക്കത്ത് നിന്ന് ചെന്നൈക്കും വേളാങ്കണ്ണിക്കും KSRTC ബസ് സർവീസ് ആരംഭിച്ചു. സ്വകാര്യ ബസ്സുകളിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ ഡ്രൈവർമാരാക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കേരള കോൺഗ്രസ് ഉൾപ്പെട്ട 3ാം മുന്നണിക്ക് കേരളത്തിൽ പ്രസക്തിയുണ്ടെന്ന് NDA സംസ്ഥാന ചെയർമാൻ K. സുരേന്ദ്രൻ. കോട്ടയത്ത് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഓഫീസ് തുറന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് കോട്ടയത്ത് സ്വീകരണം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.